ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഇന്ന് ഞാൻ രാവിലെ തന്നെ പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ്. കുറേ കാലങ്ങൾക്ക് മുൻപ് ഞാൻ മെഡിക്കൽ കോളേജിൽ എൻ്റെ പല്ലിന് ക്യാപ്പിടാനായിട്ട് ഒരു ലെറ്റർ എഴുതി കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ദാ 2-2.5 വർഷങ്ങൾക്ക് ശേഷം അത് കറങ്ങി തിരിഞ്ഞ് എൻ്റെ കയ്യിലെത്തിയിട്ടുണ്ട്. അതിൽ പറഞ്ഞിട്ടുള്ള ഡേറ്റിനും ടൈമിനൊക്കെ പ്രകാരം ഞാൻ ഹോസ്പിറ്റലിൽ എത്തിയിട്ടുണ്ടായിരുന്നെങ്കിലും എനിക്ക് ഡോക്ടറെ കൺസൾട്ട് ചെയ്യാൻ പെട്ടെന്നൊന്നും സാധിച്ചില്ല. കാരണം ഭയങ്കര തിരക്കായിരുന്നു. അങ്ങനെ എക്സ്റേ ഒക്കെ എടുത്ത് ഞാൻ വീണ്ടും ഡോക്ടറെ കൺസൾട്ട് ചെയ്യാനായിട്ട് കുറച്ച് ടൈമും കൂടി വെയിറ്റ് ചെയ്തിരുന്നു. ഡോക്ടറെയൊക്കെ കണ്ട് തിരിച്ചിറങ്ങുന്ന സമയത്ത് ചെറിയൊരു മഴയൊക്കെ ഉണ്ടായിരുന്നു. ഞാനാണെന്നുണ്ടെങ്കിൽ ഇന്ന് ഒറ്റയ്ക്കാണ് വന്നിട്ടുള്ളത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഇങ്ങനെ ഒറ്റയ്ക്കൊക്കെ ഒന്ന് യാത്ര ചെയ്യുന്നത് കേട്ടോ. പോകുന്ന വഴിക്ക് നല്ല മഴയായിരുന്നു. അങ്ങനെ ഞാൻ എൻ്റെ ഒരു ഫ്രണ്ടിനെ കാണാൻ വേണ്ടി ഇറങ്ങി. ഞങ്ങൾ രണ്ടുപേരും നല്ല ബെസ്റ്റ് ഫ്രണ്ട്സാണ് കേട്ടോ. പക്ഷേ ഞങ്ങൾക്ക് രണ്ടുപേർക്കും വേണ്ടി സ്പെൻഡ് ചെയ്യാനായിട്ട് ഒരു ടൈം ഞങ്ങൾക്ക് എപ്പോഴും കിട്ടാറില്ല എന്ന് മാത്രം. നമ്മളെ കേൾക്കാനും നമ്മുടെ കാര്യങ്ങൾ പറയാനും നമ്മളെ വിശ്വസിച്ച് നമ്മുടെ കൂടെ നിൽക്കാനും ഒരാളുണ്ടാവുക എന്നുള്ളത് അത്രേ ചെറിയൊരു കാര്യമല്ല അല്ലേ. ഞങ്ങൾ രണ്ടുപേരും മാത്രമായിട്ട് ഇതുപോലെ കുറേ വർത്തമാനങ്ങളൊക്കെ പറഞ്ഞിരുന്ന് ഫുഡ് കഴിച്ചിരിക്കാൻ ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇടയ്ക്കൊക്കെ ടൈം കിട്ടുമ്പോൾ ഞങ്ങൾ അങ്ങനെ ചെയ്യാൻ ശ്രമിക്കാറുമുണ്ട്. ഇന്ന് ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുള്ളത് ഫ്രൈഡ് ഐസ്ക്രീമും സ്പെഷ്യൽ ഷേക്കും അമേരിക്കൻ ചോപ്സിയും ഫ്രൈഡ് റൈസൊക്കെയാണ്. അങ്ങനെ എല്ലാ വട്ടത്തെയും പോലെയും കുറച്ച് നേരം ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കഥകളൊക്കെ പറഞ്ഞങ്ങനെ ഇരുന്നു കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഫ്രൈഡ് ഐസ്ക്രീം കഴിക്കണത്. അതുകൊണ്ട് തന്നെ ഇത് പൊട്ടിച്ചെടുക്കാൻ എനിക്ക് ഇച്ചിരി പാടുണ്ടായിരുന്നു കേട്ടൊന്ന്. അങ്ങനെ എല്ലാം കഴിഞ്ഞ് ഞാൻ തിരിച്ച് വീട്ടിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ബായ്.